പല സ്ത്രീകൾക്കും സെക്സ് ചെയ്യുമ്പോൾ ഒരു ടെൻഷനാണ് നമ്മളെ ശരീരത്തിന്റെ ഡൗൺ പാർട്ടിലേക്ക് നമ്മുടെ പാർട്ട്ണർ പോവാണെങ്കിൽ വെജൈന സ്മെല്ല് ചെയ്താലോ എന്നുള്ളത്. ഇപ്പൊ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഇപ്പൊ പുരുഷന്മാരായാലും പോലും ചില സമയങ്ങളിൽ അവരുടെ ബോൾസ് ഭയങ്കര മോശമായി സ്മെല്ല് ചെയ്തതായിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ രണ്ടുപേർക്കും ഈ ഒരു പ്രശ്നം, അതായത് ഡൗൺ പാർട്ടില് സ്മെല്ലിന്റെ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ശരിക്കും എങ്ങനെയാണ് നല്ല രീതിയിൽ സ്മെല്ല് ചെയ്യേണ്ടത്, അല്ലെ ഹൈജീന്റെ കാര്യങ്ങൾ ഒന്ന് പറയാമോ? ചെറിയൊരു നാച്ചുറൽ സ്മെല്ല് നമ്മുടെ വജൈനയ്ക്ക് ഉണ്ടാവും. അത് ഒരിക്കലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല, നാച്ചുറലാണ്. പക്ഷെ സ്മെല്ല് എപ്പോഴാണ് കുഴപ്പം വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓക്കെ ഒരു ടൈം അനുസരിച്ച് സ്മെല്ലിന് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ഒരു മെനിസ്ട്രേഷൻ പീരീഡിൽ നമുക്കൊരു മെറ്റൽ സ്മെല്ല് പോലത്തെ ഒരു സ്മെല്ലാണ് അവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാവുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ പിന്നെ ഒരു റിസ്ക് വരുന്നൊരു സ്മെല്ല് ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, ഇൻഫെക്ഷൻ വരിക. അപ്പോൾ അവിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ സ്മെല്ലിന്റെ രീതിയെ മാറി, ഒരു ഫിഷി സ്മെല്ലായിരിക്കും, ഒരു ചീഞ്ഞ മീനിന്റെ സ്മെല്ലായിരിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ സ്ത്രീക്ക് തന്നെ അറിയാൻ പറ്റും. അല്ലാതെ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അവിടെ ഇച്ചിങ് സെൻസേഷൻ, ബേണിങ് സെൻസേഷൻ, ഒരു കളർലി ഡിസ്ചാർജ്, ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് നാച്ചുറലി ആവും. അപ്പോൾ ആ ഇൻഫെക്ഷൻ എപ്പോഴുണ്ടോ സ്മെല്ല് ചേഞ്ച് ആവും. അല്ലാത്ത സമയത്തൊന്നും ബാക്കിയുള്ള ഇപ്പോൾ മെറ്റൽ സ്മെല്ലായാലും അതൊരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ടൈമിലൊക്കെ സ്മെല്ല് സെയിം തന്നെയാണ്, അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നമുക്ക് വേണ്ടത് മോർ ഹൈജീനാണ് വേണ്ടത്. പക്ഷേ ഹൈജീന് പലരും ഇന്ന് ഉപയോഗിക്കുന്നത്, ചിലർ വിചാരിക്കേണ്ട സ്മെല്ല് മാറാനായിട്ട് ക്രീമോ അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോർ ഡേഞ്ചറാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം നമുക്കൊരു വജൈനയ്ക്ക് അതിൻ്റെ പി എച്ച് ഉണ്ട്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് വജൈനൽ വാഷ് എന്നുള്ളത്. ആക്ച്വലി വജൈന വാഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. വജൈനയ്ക്ക് ഇറ്റ്സ് ഓൺ ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. ഒരു കാലം നമുക്ക് ആകെ വാഷ് ചെയ്യാവുന്നത് വൾവയാണ്. വൾവ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആയിട്ടുള്ള ഏരിയ. ഔട്ടർ ആയിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ക്ലിറ്റോറിയസ് ആൻഡ് ഇന്നർ ലിപ്സ്, ആ ഒരു ഏരിയ മാത്രമാണ് വാഷ് ചെയ്യുന്നത്. മറ്റേ ഇന്നർ ഏരിയയിൽ വാഷ് ചെയ്യാൻ പാടില്ലെന്നാണ്. പക്ഷെ പലരും മണ്ടത്തരങ്ങൾ അതിന്റെ സ്പ്രേ അടിക്കുക, അതൊന്നും ശരിക്കും പാടില്ലാത്തതാണ്. നമ്മുടെ ഒരു ബോഡിയുടെ ഒരു പി എച്ച് ഉണ്ട്, ആ പി എച്ച് ലെവലായി. അപ്പൊ അവർ പറയും ബോഡി പി എച്ച് അനുസരിച്ച് ഉണ്ടാക്കില്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ വജൈന നോർമൽ സെൽഫ് ക്ലീനിങ് സംവിധാനം ഉള്ളതാണ്. എക്സെപ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാൽ മാത്രം. അപ്പൊ നമ്മളവിടെ വെറും വാട്ടർ വെച്ചാണ് ക്ലീൻ ചെയ്യേണ്ടത്. സോപ്പ് പോലും നമുക്ക് ഹാർഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വജൈനൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും.